21-ാം നൂറ്റാണ്ടിലെ അത്യാധുനിക ആഗോളക്രമത്തിലും ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വന്തം ജനതയ്ക്ക് മേൽ ഇരുമ്പ് കർട്ടൻ വലിച്ചുകെട്ടി ഭരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അതാണ് കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ. ആഗോള രാഷ്ട്രീയത്തിലും പ്രതിരോധ തന്ത്രങ്ങളിലും വൻ ശക്തികളെ പോലും വിറപ്പിക്കുന്ന സൈനിക ശേഷിയുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ആ രാജ്യത്തിന്റെ അതിരുകൾക്കുള്ളിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് പരിശോധിച്ചാൽ ഏതൊരു മനുഷ്യന്റെയും നെഞ്ചുലഞ്ഞു പോകും. പുറം ലോകത്തിന് മുന്നിൽ തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന്റെ വലിയ കോട്ടകളും മ്യൂസിയങ്ങളും പ്രദർശിപ്പിക്കുന്ന പോങ്യാങ്ങിന്റെ തിളക്കമുള്ള കാഴ്ചകൾക്ക് പിന്നിൽ പട്ടിണിയും ഭയവും സ്വാതന്ത്ര്യ നിഷേധവും മാത്രം ശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരിന്റെ വലിയൊരു കഥയുണ്ട്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ഒരു ഇരുമ്പറ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് നമുക്ക് വിശദമാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഉത്തര കൊറിയയെ ഒരു ഇരുമ്പറ എന്ന് വിളിക്കാൻ പ്രധാന കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ബാഹ്യലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. നമുക്കിത് ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഒന്ന് മനസ്സിലാക്കിയാലോ. നമ്മൾ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് കരുതുക. ആ മുറിയിലെ ടിവിയിലും റേഡിയോയിലും വരുന്നത് ഒരേ ഒരു ചാനൽ മാത്രമാണ്. അതിൽ ഭരണാധികാരിയെ പുകഴ്ത്തുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുകയും ചെയ്യുന്നുള്ളൂ. വർത്തമാന പത്രങ്ങളിൽ പോലും പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് എഴുതുന്നില്ല. ഇതാണ് ഉത്തര കൊറിയയിലെ ഒരു പൗരന്റെ അവസ്ഥ. അവിടെ ഇന്റർനെറ്റ് എന്നത് ഭരണകൂടം നിയന്ത്രിക്കുന്ന ക്യാങ്മോങ് എന്ന ആഭ്യന്തര ശൃംഖല മാത്രമാണ്. അതിലൂടെ ആഗോള വെബ്സൈറ്റുകളോ സോഷ്യൽ മീഡിയയോ ഉപയോഗിക്കാൻ സാധിക്കില്ല. അയൽരാജ്യമായ ദക്ഷിണ കൊറിയയിലെ സിനിമകളോ പാട്ടുകളോ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ കടുത്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പരസ്യമായ വധശിക്ഷയോ വരെയാണ് അവിടുത്തെ നിയമം നടപ്പിലാക്കുന്നത്. അതായത് ചിന്തിക്കാനും അറിയാനുമുള്ള മനുഷ്യന്റെ അടിസ്ഥാന അവകാശത്തെ പോലും അവിടെ പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ് കിം ജോങ് ഉൻ. അതുപോലെ തന്നെ ക്രൂരമാണ് അവിടുത്തെ കടുത്ത പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധിയും. സൈനിക ആവശ്യങ്ങൾക്കും മിസൈൽ പരീക്ഷണങ്ങൾക്കും ആണവായുധങ്ങൾക്കും വേണ്ടി രാജ്യം കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് കൃഷി ചെയ്യാനോ ആഹാരം കണ്ടെത്താനോ ഉള്ള വഴി വരെ വളരെ കുറവാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങളും കടുത്ത പ്രകൃതിക്ഷോഭങ്ങളും കാരണം അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുകയും ചെയ്യുന്നു. തലസ്ഥാനമായ പോങ്യാങ്ങിൽ വലിയ കെട്ടിടങ്ങളും ലൈറ്റുകളും കാണാമെങ്കിലും അതിനപ്പുറമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ദിവസത്തിൽ ഭൂരിഭാഗം സമയവും വൈദ്യുതി പോലും ഇല്ലാത്ത കടുത്ത ഇരുട്ടിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്നതാണ് അവിടുത്തെ യാഥാർത്ഥ്യം പോലും. കൃഷിയിടങ്ങളിൽ ആധുനിക യന്ത്രങ്ങൾക്ക് പകരം മനുഷ്യർ കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു. എന്നാൽ വിളവെടുക്കുന്ന ധാന്യത്തിന്റെ വലിയൊരു പങ്ക് സൈന്യത്തിനും ഭരണകൂടത്തിനും നൽകേണ്ടതായി വരുന്നു. വൻ ശക്തികളെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന അവസ്ഥ തികച്ചും ദയനീയം തന്നെയാണ്, അല്ലെ? ഇതിനെല്ലാം പുറമെയാണ് സോങ്ബൂൻ എന്നറിയപ്പെടുന്ന ക്രൂരമായ സാമൂഹിക വർഗീകരണ വ്യവസ്ഥയുള്ളത്. ജനനം കൊണ്ട് തന്നെ ഒരാൾ ഭരണകൂടത്തോട് എത്രത്തോളം വിശ്വസ്തതയുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്ന് നോക്കിയാണ് അവരുടെ ജീവിതം നിശ്ചയിക്കപ്പെടുന്നത്. വിശ്വസ്തരായ ആളുകൾക്ക് തലസ്ഥാന നഗരിയിൽ ജീവിക്കാനും നല്ല ജോലികൾ ചെയ്യാനും സാധിക്കുമ്പോൾ ഭരണകൂടത്തിന് സംശയമുള്ള കുടുംബങ്ങളിലെ ആളുകളെ കഠിനമായ ജോലികൾ ചെയ്യാനായി ഗ്രാമങ്ങളിലേക്കും ഖനികളിലേക്കും നാട് കടത്തുന്ന സമ്പ്രദായമാണ് ഉത്തര കൊറിയ പിന്തുടരുന്നത്. അവിടെ ജനങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യാൻ പോലും ഭരണകൂടത്തിന്റെ പ്രത്യേക അനുമതി പത്രം ആവശ്യമാണ്. അതായത് ഒരു തുറന്ന ജയിലിനുള്ളിൽ കിടക്കുന്ന തടവുകാരെ പോലെയാണ് സ്വന്തം രാജ്യത്ത് അവർ ജീവിക്കുന്നത് പോലും. ഭരണകൂടത്തെ ഭയന്ന് ആരെങ്കിലും രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർ നേരിടേണ്ടി വരുന്നത് അതിക്രൂരമായ ശിക്ഷയാണ്. ദക്ഷിണ കൊറിയയിലേക്കോ ചൈനയിലേക്കോ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വെടിവെച്ചു കൊല്ലാൻ സൈന്യത്തിന് ഉത്തരവുണ്ട്. ഇനി ഒരാൾ രക്ഷപ്പെട്ടാൽ പോലും അയാളുടെ 3 തലമുറയിലുള്ള കുടുംബാംഗങ്ങളെ മുഴുവൻ കഠിന തടവിലേക്ക് മാറ്റും. അങ്ങനെ ഒരു ക്രൂരമായ നിയമമാണ് അവിടെയുള്ളത്. ഉത്തരേന്ത്യൻ തടവറകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മൃഗങ്ങളെ പോലെ പീഡിപ്പിക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുറമേ കാണിക്കുന്ന സൈനിക പ്രകടനങ്ങൾക്കും വലിയ സ്മാരകങ്ങൾക്കും പിന്നിൽ ഭയത്തിന്റെ നിഴലിൽ ശ്വാസം മുട്ടുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. ഉത്തര കൊറിയ എന്നത് കേവലം രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങളും സ്വാതന്ത്ര്യവും പൂർണ്ണമായും വരണ്ടുപോയ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഇരുമ്പറ തന്നെയാണ്.